നമസ്കാരം. താരസംഘടന അമ്മയുടെ ആദ്യ എക്സിക്യൂട്ടീവ് യോഗം നാളെ രാവിലെ 11 മണിക്ക് ആസ്ഥാന മന്ദിരത്തിൽ ചേരും. നമുക്കറിയാം, എക്സിക്യൂട്ടീവ് യോഗം ചേരുന്ന ആദ്യ പടിയെന്ന നിലയിൽ പല കാര്യങ്ങളും നാളെ നടപ്പിലാക്കേണ്ടത് വരും, പല കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടതായി വരും. ഒരു വനിതകളുടെ മേൽനോട്ടത്തിലുള്ള സംഘടനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രസിഡൻ്റായ ശ്വേതാ മേനോൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ പല കാര്യങ്ങൾക്കും ഒരുമിച്ച് പോകാനുള്ള ഒരു സംഭവ വികാസങ്ങൾ ഇവിടെ ഉണ്ടാവും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടത് വ്യത്യസ്തമായ ചിന്താഗതിയും പല രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളുമാണ് ഇവിടെ ഉള്ളത്. അത്തരം വീക്ഷണങ്ങളുള്ള 17 അംഗങ്ങളാണ് നാളത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇവരെടുക്കുന്ന തീരുമാനത്തിൽ പല കാര്യത്തിലും തീരുമാനം എടുക്കേണ്ടതായി വരും, അല്ലേ? ഇപ്പോൾ ഒരാൾ പറയുന്ന കാര്യത്തിൽ പല കാര്യത്തിലും തീരുമാനം എടുക്കേണ്ടതായി വരും. അങ്ങനെ എടുക്കേണ്ടതായി വരുമ്പോൾ അഭിപ്രായ വ്യത്യാസവും അഭിപ്രായ ഭിന്നതയും ഉണ്ടാകും. അതിന് യാതൊരു മാറ്റമില്ല. കാരണം ഒരു പാനലിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ജയിച്ചവരല്ല ഇവരാരും. ഇവരെല്ലാം ഇൻഡിപെൻഡൻ്റായി നിന്ന് മത്സരിച്ച് വിജയിച്ചു വന്നവരാണ്. പാനലിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇവർ പോയത്. അങ്ങനെ പാനലില്ല, വേറെ വേറെ നിന്നാണ് ജയിച്ചത് എങ്കിൽ ഉള്ളുകൊണ്ട് പാനലുണ്ടാകുന്ന ഒരു സാഹചര്യം ഇല്ല എന്നും പറയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴാണ് പല കാര്യങ്ങളിൽ യോജിച്ച് എടുക്കേണ്ട തീരുമാനത്തിൽ അഭിപ്രായ വ്യത്യാസവും ഭിന്നതയും ഉണ്ടാകും. നേരത്തെ പറഞ്ഞത് പല രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണ്, പല അഭിപ്രായങ്ങളുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇതിനെല്ലാം യോജിപ്പിച്ചെടുത്ത് ഒരു ശ്രമകരമായ ദൗത്യം ഈ 17 പേർക്കും വെല്ലുവിളിയാവും. ഇനി 17 പേർക്കും വെല്ലുവിളിയാവും. കാരണം എൻ്റെ അഭിപ്രായമായിരിക്കില്ല മറ്റുള്ളവരുടെ അഭിപ്രായമായിരിക്കില്ല എൻ്റെ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ ഈ പാനലിൽ നിന്ന് ജയിക്കാത്തതുകൊണ്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ഇതിനെല്ലാം ഒന്ന് ഏകീകരിച്ച് ഒരുമിച്ച് നിർത്തി കൊണ്ടുപോവുക എന്ന ഒരു ശ്രമകരമായ ദൗത്യമാണ് ഇവർക്ക് മേലുള്ളത്. അതിന് യാതൊരു മാറ്റവുമില്ല. അങ്ങനെ വരുമ്പോൾ ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നല്ല പ്രവൃത്തി ചെയ്ത് മുന്നോട്ട് പോകാൻ താരസംഘടന അമ്മയുടെ പുതിയ ഭാരവാഹിക്ക് കഴിയണം. അങ്ങനെ ഉണ്ടെങ്കിലാണ് ഇവരുടെ പ്രവർത്തനത്തിന് മികവുണ്ടായുള്ളൂ. അതിനുള്ള പരിശ്രമം എന്തായാലും ഈ 17 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഒരുമിച്ച് എടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നാളത്തെ ചർച്ചയിൽ പ്രധാനമായി വരുന്ന ചർച്ച മെമ്മറി കാർഡ് വിഷയം തന്നെയായിരിക്കും. കാരണം മെമ്മറി കാർഡ് വിഷയവുമായി ബന്ധപ്പെട്ട് താരസംഘടന അമ്മയ്ക്കുള്ളിൽ അന്ന് ഈ വിഷയം ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന നടിമാർ പരാതി നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഉച്ചകഴിഞ്ഞ് കൂടിയ ജനറൽ ബോഡി മീറ്റിങ്ങിൽ കൃത്യമായി ജഗദീഷ് പറയുകയുണ്ടായിരുന്നു, ഇത്തരമൊരു മെമ്മറി കാർഡ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് പുതിയ ഭരണസമിതി കണ്ടെത്തേണ്ടതാണ് എന്ന് കൃത്യമായി തന്നെ മുതിർന്ന അംഗമായ ജഗദീഷ് അവിടെ പറയുകയുണ്ടായി. അത് ഈ കമ്മിറ്റി മുഖവിലേക്ക് എടുക്കേണ്ടതാണ്. നിലവിൽ പരാതിയുമുണ്ട്. അപ്പോൾ മെമ്മറി കാർഡ് വിഷയത്തിൽ ആരാണ് കുറ്റം ചെയ്തതെങ്കിൽ അവരെ മുന്നിൽ കൊണ്ടുവരേണ്ടത് ഈ ഭരണസമിതിക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തിൽ ആരാണ്? ഇത്തരമൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയാൻ ഇവർക്ക് ആർക്കും കഴിയില്ല. ഈ കമ്മിറ്റി അംഗങ്ങൾക്കെല്ലാം ഈ സംഭവം വ്യക്തമാക്കേണ്ടതായുണ്ട്. അന്ന് കമ്മിറ്റിയിലുള്ളവരുണ്ട്, അന്നില്ലാത്തവരുണ്ട്, പുതിയ ആളുകൾ വന്നിട്ടുണ്ട്, അവർക്ക് ഈ കാര്യങ്ങൾ അറിയേണ്ടതായുണ്ട്. ഇങ്ങനെ ഒരു കീഴ്വഴക്കം ഒരു കാരണവശാലും വെച്ചുറപ്പിക്കാൻ കഴിയില്ല എന്ന് ഈ നിലവിലെ അംഗങ്ങൾ തീരുമാനിക്കേണ്ടതായി വരും. അങ്ങനെയെങ്കിൽ മെമ്മറി കാർഡ് വിഷയത്തിലായിരിക്കും ആദ്യ ചർച്ച ഉണ്ടാവുക. അതോടൊപ്പം തന്നെ മറ്റിതര വിഷയങ്ങൾ, ഇനി ഫണ്ട് സ്വരൂപിക്കണം, അതിനുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകണം, ആ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ പുറത്തുപോയ നടിമാരെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ ഏക അഭിപ്രായമാണോ എന്ന് കണ്ടെത്തേണ്ടതായി വരും. നിലവിലെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ പുറത്തുപോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ പരിശ്രമവും ചെയ്യുമെന്ന് ആദ്യ ദിവസം പറയുകയും ചെയ്തു. രണ്ടാം ദിവസം ഒരു തിരുത്തലിലൂടെ അത് ആലോചിച്ചെടുക്കേണ്ട ആദ്യത്തെ അജണ്ട അല്ല എന്ന് പറയേണ്ട നിലയിലേക്ക് ശ്വേതാ മേനോൻ എത്തുകയും ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് നടന്ന ഈ നടിമാർ പുറത്തുപോയ സമയത്ത് അന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഞാനും പങ്കെടുത്താണ്. ആ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുറത്തുപോയവർ തിരിച്ചു കയറണമെങ്കിൽ കൃത്യമായി എഴുതി തയ്യാറാക്കി അമ്മയ്ക്ക് മുമ്പിൽ കത്ത് അപേക്ഷ നൽകണം. ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് എടുക്കാൻ കഴിയുള്ളൂ അന്ന് പറഞ്ഞ ഒരു ഓർമ്മ എനിക്കുണ്ട്. അന്ന് മോഹൻലാലിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു വാർത്താ സമ്മേളനം നടന്നത്. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ ഒരു അഭിപ്രായം വന്നിരുന്നു.
അല്ലാതെ ഒരാളുടെ വ്യക്തിപരമായി ഇവരെ തിരിച്ചെടുക്കണമെന്ന് പറ്റാൽ അത് സാധിക്കുകയില്ല എന്ന് തന്നെയാണ് കൃത്യതയോട് പറയുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു ചർച്ച ഉണ്ടാകേണ്ടായി വരും. പിന്നീട് കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കഴിഞ്ഞവരുടെ ഒരു എക്സിക്യൂട്ടീവ് യോഗം എന്ന ഔദ്യോഗികമല്ല, എല്ലാവരും ഒന്ന് കൂടിയിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കണക്കിൻ്റെ കാര്യത്തിൽ അപാകതകളുണ്ടെങ്കിൽ പരിശോധിക്കും. അത് 10 മാസം മാത്രം പ്രായമുള്ള ഒരു കമ്മിറ്റിയുടെ മാത്രമല്ല പരിശോധിക്കേണ്ടത്. ഒരു ബൈക്കിലേക്ക് പോലെ ഒരു 5-10 വർഷത്തെ കണക്കുകൾ പരിശോധിക്കേണ്ടതായി വരുമെന്ന് അന്ന് തന്നെ അവർ പറയുകയുണ്ടായി. അത്തരമൊരു പരിശോധന ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. നിലവിൽ ആ കണക്കുമായി മുന്നോട്ട് പോയ ഓഡിറ്റർ ജയിലിലാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ED കേസുമായി ബന്ധപ്പെട്ട് ജയിലിലാകേണ്ട സാഹചര്യമുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തെ വെച്ച് തന്നെ മുന്നോട്ട് പോകുമോ അതോ മറ്റാരെയും ഏൽപ്പിക്കുമോ എന്നുള്ളൂ നാളത്തെ ചർച്ചയിൽ ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. എന്തായാലും നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ആരും സൂപ്പർ സ്റ്റാറുകളല്ല, എല്ലാവരും ഒരേ തുല്യതയോടുകൂടിയുള്ള അംഗങ്ങളാണ്. അതുകൊണ്ട് ആർക്കും എന്ത് സംശയങ്ങളും എന്ത് കാര്യങ്ങളും പറയാൻ തുറന്ന വേദിയായി ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മറ്റ് മോഹൻലാലും മമ്മൂട്ടിയും ഇന്നസെൻ്റ് ഏട്ടനൊക്കെ ഉള്ള സമയത്ത് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് പറയുന്നതിന്, പക്ഷേ എന്നാൽ ആ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിവുള്ള കമ്മിറ്റിയിലെ ഭാരവാഹികളും പ്രസിഡന്റുമാരുമായിരുന്നു. എങ്കിലും ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് അവർക്ക് പറയാൻ കഴിയും. ഒരാൾ സംസാരിക്കുമ്പോൾ അത് അടിച്ചമർത്തി ഇരുത്തേണ്ട കാര്യമില്ല, ഒരാൾ എഴുന്നേൽക്കുമ്പോൾ അത് അമർത്തേണ്ട കാര്യമില്ല, അവർക്ക് പറയാൻ കഴിയും. പണ്ടും അങ്ങനെ തന്നെയാണ്. പണ്ടും ഇങ്ങനെ അടിച്ചമർത്തുന്ന ഒരു വിഷയമാണ് ഉണ്ടായിട്ടില്ല. പറയേണ്ടവർ പറയും. പക്ഷേ എന്നാൽ ഇത്തവണ തുല്യ പ്രാധാന്യത്തോടു കൂടിയുള്ള അംഗങ്ങളായതുകൊണ്ട് അത്തരമൊരു വിഷയങ്ങൾ ഉണ്ടാകില്ല. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയുന്ന ഒരു അംഗങ്ങളാണ് 17 പേർ. 8 പേര് സ്ത്രീകളാണ്, 9 പേര് പുരുഷന്മാരാണ്. ഇതിനു മുമ്പ് കമ്മിറ്റിയിൽ 5 സ്ത്രീകൾ വന്നിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ 5 സ്ത്രീകൾ കമ്മിറ്റിയിൽ വന്ന സാഹചര്യമുണ്ട്. അപ്പം ഇത്തവണ 8 പേരാണ് വന്നിരിക്കുന്നത്. അന്നും എലക്ഷൻ നടത്തി വന്നവരാണ്. ഈ തവണയും അങ്ങനെ എലക്ഷൻ നടത്തി വന്നവരാണ്. അതുകൊണ്ട് സ്ത്രീ സാന്നിധ്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് പല അഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കാൻ കാരണം. പല കേസുകളും ചർച്ച ചെയ്യേണ്ടതായി വരും. ആ കേസുകൾ ചർച്ച ചെയ്ത് ഇത് ഒരുമിച്ച് ഒരു കുടക്കീഴിൽ എന്ന് വെച്ചാൽ ഒരു കുടക്കീഴിൽ തന്നെ ഇവരെ ഇരുത്തി കൊണ്ടുപോകുക എന്നതാണ് ഏറ്റവും ശ്രമകരമായ ഒരു പരിശ്രമം. ആ പരിശ്രമം വിജയിച്ചാൽ ഈ കമ്മിറ്റിക്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ കഴിയണമെന്നാണ് ആഗ്രഹം. കാരണം പാവങ്ങളായ ഒത്തിരി ആളുകളുടെ അവരുടെ ഒരു കാര്യത്തിനും മുടക്കം വരരുത്, കൈനീട്ടത്തിനും മുടക്കം വരരുത്, കൈനീട്ടം വർദ്ധിപ്പിക്കേണ്ടതായി വരും, ഇൻഷുറൻസിനും മുടക്കം വരരുത്. അതോടെ മരുന്ന് എല്ലാ വീടുകളിലും ആവശ്യമുള്ളവർക്ക് എത്തുന്നുണ്ട് എല്ലാ മാസവും, അതിനും മുടക്കം വരരുത്. പിന്നെ അതോടൊപ്പം തന്നെ ഏറ്റവും വെല്ലുവിളി നടന്നതായിരിക്കും GST വിഷയം, GST വിഷയം. എത്രയോ കോടി രൂപയാണ് അടയ്ക്കാനുള്ളത്. 2004 മുതൽ സൂര്യ ടിവിയുടെ പ്രോഗ്രാം മുതൽ GST അടയ്ക്കാത്ത ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. അത് ഇലക്ഷൻ ആയതുകൊണ്ട് മാത്രം 30 ദിവസത്തെ സമയമാണ് കൊടുത്തിരിക്കുന്നത്. ആ സമയം കഴിയാൻ പോവുകയാണ്. അപ്പോൾ അതും ഒരു വലിയ കീറാമുട്ടിയായിരിക്കും ഈ കമ്മിറ്റിക്ക് മുന്നിലുള്ളത്. അതും ആരെയൊക്കെ കാണണമോ അവരെയൊക്കെ കണ്ടുകൊണ്ട് അതിനൊരു കുറവ് വരുത്തി അടയ്ക്കേണ്ടതായി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതും ഇവർക്കൊരു വെല്ലുവിളിയായിരിക്കും. എന്തായാലും എല്ലാ വെല്ലുവിളികളും മറികടന്നുകൊണ്ട് ഈ കമ്മിറ്റിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. എന്തായാലും നാളെ 11 മണിക്കാണ് സാധാരണ എക്സിക്യൂട്ടീവ് യോഗം വൈകുന്നേരമാണ് ചേരാറുള്ളത്. ഇതിപ്പം എനിക്കറിയാവുന്ന തീരുമാനിച്ച് നാളെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് പിരിയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ തുടങ്ങുക, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക, അതിന് വീണ്ടും ചർച്ചയിലേക്ക് പോവുക, വൈകുന്നേരത്തിന് കൂടി ഒരു കൃത്യത വരുത്തി പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ രീതിക്ക് വേണം എക്സിക്യൂട്ടീവ് കൂടാൻ. അല്ലാതെ ഓടി വന്ന് അരമണിക്കൂർ കൊണ്ട് പറഞ്ഞു പോകുന്ന നിലയിലേക്ക് ആകരുത് എന്ന അഭിപ്രായവും അവിടെ ഉണ്ട്. ആ രീതിക്ക് തന്നെ ഏകീകരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം.